നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. വർഗീസ് കുര്യൻ രചിച്ച തൻ്റെ കൊച്ചുമകന് രചിച്ച ഒരു കത്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ആദ്യമായിട്ട് വർഗീസ് കുര്യൻ ആരാണെന്ന് നമ്മൾ പരിചയപ്പെടണം. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വലിയ ദാരിദ്ര്യത്തിനും അതുപോലെ തന്നെ കെടുതികൾക്കും ഇരയായ ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരുപാട് മനുഷ്യസ്നേഹികളായ മനുഷ്യർ ഇന്ത്യയുടെ വികസനത്തിന്, ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് മുന്നോട്ട് വന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ. അതിൽ ഒരു പ്രഥമ വ്യക്തിത്വമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇദ്ദേഹം ഒരുപാട് ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കിയ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് സ്വദേശത്തും വിദേശത്തുമായിട്ട് വലിയ ജോലികൾ, വലിയ ഉദ്യോഗങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് സാമൂഹിക സേവനത്തിന് മുന്നോട്ടിറങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. ഇദ്ദേഹം തന്റെ മേഖല തെരഞ്ഞെടുത്തത് ക്ഷീരമേഖലയായിരുന്നു. 1949 ഗുജറാത്തിലെ ആനന്ദിലാണ് അദ്ദേഹം ക്ഷീര കർഷകർക്കായിട്ട് അമൂൽ എന്ന പേരിൽ ഒരു സഹകരണ സംഘം സ്ഥാപിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം തുടങ്ങുകയാണ്. ഇന്ത്യയുടെ പാലുൽപാദനം വൻതോതിൽ വർദ്ധിക്കുകയും സ്വദേശത്തും വിദേശത്തുമായിട്ട് നിരവധി കയറ്റുമതിയിലേക്ക് രാജ്യം മുന്നോട്ട് പോവുകയും ഒരുപാട് ക്ഷീര കർഷകർക്ക് താങ്ങും തണലുമായിട്ട് ആ ഒരു പ്രസ്ഥാനം വലിയ പുരോഗതി പ്രാപിക്കുകയുമാണ് പിൽക്കാലത്ത് ഉണ്ടായത്. ഇത് ഇന്ത്യയുടെ ദാരിദ്ര്യം നിരക്ക് കുറയ്ക്കുവാൻ വലിയ കനത്ത സംഭാവന നൽകുന്നൊരു പ്രവൃത്തിയായിരുന്നു. രാജ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. ഇദ്ദേഹം ക്ഷീരമേഖലയിൽ ഇടനിലക്കാരെയൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ ക്ഷീര കർഷകർക്ക് ലാഭം നേരിട്ട് എത്തിക്കുവാൻ ഉള്ള ശ്രമമാണ് നടത്തിയത്. അത് വലിയ തോതിൽ വിജയിക്കുകയും ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന കുഗ്രാമം വളരെ പുരോഗതിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ പാഠഭാഗം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിട്ടുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിക്ക് അദ്ദേഹം ഒരു കത്ത് അയക്കുകയാണ്. ആ കത്തിന്റെ ഉള്ളടക്കം ഈ കൊച്ചുമകന് മനസ്സിലാക്കുവാനുള്ള പ്രായം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഈ കത്തിൽ പറയുന്നുണ്ട്, ഈ കൊച്ചുമകൻ വളരുമ്പോൾ ഈ കത്തിലെ ആശയം മനസ്സിലാകും എന്നാണ് പറയുന്നത്. കൊച്ചുമകന് ഇവിടെ വലിയൊരു സന്ദേശം അദ്ദേഹം എത്തിക്കുകയാണ്. എന്താണ് ആ സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോൽവി എന്നത് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാതിരിക്കുകയും തൻ്റെ കഴിവ് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ തോൽവി എന്നാണ് അദ്ദേഹം കൊച്ചുമകനോട് പറയുന്നത്. തൻ്റെതായ മേഖലകൾ തെരഞ്ഞെടുത്ത് ആ മേഖലകളിലൂടെ മനുഷ്യ പുരോഗതിയിലേക്ക്, മനുഷ്യ നന്മയിലേക്ക് എത്തുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും കർത്തവ്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ കത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഒരു സാമൂഹ്യ സേവനത്തിലൂടെ മനുഷ്യനെ സ്നേഹിക്കുക, സഹായിക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർ വർഗീസ് കുര്യന്റെ ഇത്തരത്തിലുള്ള സന്ദേശം വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവാം. അവനവനിലേക്ക് ചുരുങ്ങാതെ ഒരു മരത്തെ പോലെ, ഒരു മരം അനേകം പേർക്ക്
താങ്ങും തണലും ഓക്സിജനും ഫലവർഗങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവണം ഓരോ മനുഷ്യജീവനും ഭൂമിയിൽ ജനിച്ച് മരണപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സേവനത്തിലൂടെയാണ് ഒരു മനുഷ്യന്റെ മോക്ഷത്തിലേക്ക് എത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഈ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒരുപാട് വിദേശത്ത് ഒരുപാട് ഉന്നത ഉദ്യോഗം ലഭിച്ച അദ്ദേഹം അതെല്ലാം വേണ്ടെന്ന് വെച്ച് അതിനനുസരിച്ചുള്ള ഒരു സഹധർമ്മിണിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ സഹധർമ്മിണിയുടെ സമ്മതത്തോടെ ഗുജറാത്തിലെ ഒരു കുഗ്രാമത്തിലേക്ക് ഒരു വലിയ ദൗത്യവുമായിട്ട് വരികയും അവിടെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നൽകിയ വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അവരൊക്കെ അക്കാലത്ത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഡോക്ടർ അംബേദ്കറും അതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് കുര്യനും ഹോമി ജെ ബാബയും അങ്ങനെ ഭഗത് സിംഗും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാരഥന്മാരുടെ നാടാണ് ഇന്ത്യ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ തന്നെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സാമൂഹിക സേവനമാണ് ഇവിടെ അവരുടെ ജീവിതത്തിൽ അവർ കാഴ്ചവെച്ചത്. ഇത് തന്റെ കൊച്ചുമകനിലേക്കും എത്തിക്കുകയും മികച്ച ഒരു പൗരനാവുകയും ചെയ്യണമെന്ന് ആ മുത്തശ്ശന്റെ നല്ല വചനങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കത്താണെങ്കിലും അതില് ഇന്ത്യയിലുള്ള ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് കുട്ടികൾക്കുമായിട്ടുള്ള ഒരു നല്ല സന്ദേശമാണ് ഉള്ളത്. സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ ആശയമാണ് ഈ കത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്വപ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ എഴുതാനൊക്കെയാണ് ചോദിക്കുക. അദ്ദേഹത്തെ കുറിച്ചൊരു മുഖവുര നൽകിക്കൊണ്ട് അത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം ആരാണെന്നും അദ്ദേഹം എങ്ങനെയാണ് പ്രശസ്തനായതെന്നും ഒക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ സൂചിപ്പിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.